സോ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെയുള്ള ഏരിയയുള്ള ഇതിനെ നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റി. ഓക്കെ, അതായത് അപ്പോൾ ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വി ഓൾറെഡി നോ ഇറ്റ് ഈസ് 400 mm². വി ഓൾറെഡി കാൽക്കുലേറ്റഡ്. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് a × k² = 400. സോ k കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എന്തുകൊണ്ടാണ് ഇതിലേക്ക് മാറ്റിയതെന്ന് ചോദിച്ചാൽ, ഈ കോംപ്ലക്സ് ഷേപ്പുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ടാണ്. കോംപ്ലക്സ് ഷേപ്പ് ആകുമ്പോൾ അപ്പോൾ അതിന് നമുക്ക് പിന്നെ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഈ ഷേപ്പിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ഷേപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വിത്ത് ഹെൽപ്പ് ഓഫ് ദിസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് ഷേപ്പായിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ മെത്തേഡാണ് അഡാപ്റ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്? എന്താണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്? ഒരു സർക്കുലർ മോഷനും റൊട്ടേഷണൽ മോഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ ഒരു പോയിന്റ് മാസ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സർക്കുലർ മോഷൻ. സോ ഇതിൽ ഒരു പോയിന്റ് മാസാണ് പെർഫോം ചെയ്യുന്നത്. എ പോയിന്റ് മാസ്. ഓക്കെ, ഒരു പോയിന്റ് മാസ് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നു. ഒരു പോയിന്റ് മാസം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സർക്കുലർ മോഷൻ. എന്നാൽ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ അത് സംഗതി മാറി. ഇനി ആ പോയിന്റ് മാസിൻ്റെ സ്ഥാനത്ത് ഒരുപാട് പോയിന്റ് മാസസ് കൂടി ചേർന്നിട്ട് ഒരു വലിയൊരു മാസ് ഉണ്ടായി എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ സിസ്റ്റം എന്ന് പറയും, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയും. ഇത് സിംഗിൾ പാർട്ടിക്കിൾ, മറ്റൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയും. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. അപ്പോൾ ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില സ്ഥലത്ത് ഈ ടോയ് ട്രെയിനൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളാണ്. ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ബോഡി എന്ന് വിളിക്കും. മെക്കാനിക്സിലൊക്കെ ബോഡി എന്ന് പറയും. സോ ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതാണ് പിന്നെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. System of particles means a group of particles which are at a fixed distance apart എന്ന് പറയാം. ഓക്കെ, ഒരു നമ്മൾ വീട്ടിൽ റിമോട്ട് കൺട്രോൾ എടുത്ത് നോക്കിയാൽ അതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ആണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഈ ഓരോ പാർട്ടിക്കിൾസിനായിട്ടുള്ള ഡിസ്റ്റൻസ് ഫിക്സഡ് ആണ്. ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. സോ ഇറ്റ് ഈസ് കോൾഡ് റിമോട്ട് കൺട്രോൾ. നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബോഡി എന്ന് വിളിക്കാം. രണ്ട് ശരിയാണ്. സോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് മെനി പാർട്ടിക്കിൾസ് which are at a fixed distance apart. The distance between them is fixed and does not change. Okay, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പാർട്ടിക്കിളിനെ കുറിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ ഈ പാർട്ടിക്കിൾ അനങ്ങാണ്ടിരിക്കുമോ? ഇല്ല, ഇതും ഇതിൻ്റെ കൂടെ തന്നെ മുന്നോട്ടേക്ക് വരും. അപ്പോൾ ഇത് നമ്മുടെ ഡിസ്റ്റൻസ് ഫിക്സഡ് ആകുമ്പോൾ ഇതും കൂടെ വരും. ഇത് നമ്മുടെ ഡിസ്റ്റൻസ് ഫിക്സഡ് ആകുമ്പോൾ ഇതും അങ്ങനെ റിമോട്ട് മൊത്തം ഇങ്ങോട്ടേക്ക് പോകുന്നു. അതൊക്കെ വളരെ കുറച്ച് അല്ലേ? അതാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യം ഇതൊക്കെ തന്നെയാണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഓർ റിജിഡ് ബോഡി. എ ബോഡി മീൻസ് എ ഗ്രൂപ്പ് ഓഫ് മെനി പാർട്ടിക്കിൾസ് വിച്ച് ആർ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് ഫിക്സഡ് ആൻഡ് ഡസ് നോട്ട് ചേഞ്ച്. So system of particles means it's a group of particles which have a finite distance between them, and when they move each particle have the same velocity. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അതൊരു ലെങ്തി വേർഡാണ്. സോ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ് ദ വേർഡ് ബോഡി എന്ന് പറയും. സോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബോഡി, ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ group of particles. It's a just like it's a group of particles which have a finite distance between them, or fixed distance between them,
ആൻഡ് വെൻ ദേ മൂവ്, ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും, എല്ലാ പാർട്ടിക്കിൾസും അതിൻ്റെ കൂടെ തന്നെ പോകും. ആൻഡ് വെൻ ദേ മൂവ് എവറി പാർട്ടിക്കിൾസ് ഹാവ് ദി സെയിം വെലോസിറ്റി. Velocity of this particle is equal to 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 everything is equal. So റിമോട്ട് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് അവിടെ വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇനി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിലുള്ള എല്ലാ പോയിന്റിനും എല്ലാ പാർട്ടിക്കിളിനും സെയിം വെലോസിറ്റിയാണ്. ആ ഓരോ പാർട്ടിക്കിളുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഫിക്സഡ് ആണ്. So we can say that remote is a body or remote control is a system of particles. System of particles എന്ന് പറഞ്ഞ ലെങ്തി വേർഡ് ആയതുകൊണ്ട് we use the word, instead of system of particles we use the word body. അപ്പം റിജിഡ് ബോഡി എന്ന് കേട്ടിട്ടുണ്ട്. അത് ആ ബോഡിക്ക് കൊടുക്കുന്ന ഒരു അഡ്ജക്റ്റീവാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ റബ്ബർ ബാൻഡ് അതൊരു റിജിഡ് ബോഡി അല്ല, കാരണം ഒരേറ്റത്തിന് വലിക്കുമ്പോൾ മറ്റേ അറ്റം അതിൻ്റെ കൂടെ വരില്ല. സോ ഇറ്റ് ഇസ് നോട്ട് എ റിജിഡ് ബോഡി. ഓക്കെ, so rigid body means what? It is also a system of particles in which. So rigid body means what? It is a system of particles in which the distance between different particles do not change whatever is the force applied. Okay. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടാകുമ്പോൾ ഇതൊരു റിജിഡ് ബോഡിയാണ്. സപ്പോസ് ഇറ്റ്സ് എ റിജിഡ് ബോഡി എങ്ങനെ പറയാൻ പറ്റും? ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ്, ഈ ഒരു പാർട്ടിക്കിൾ എടുത്തിട്ടാകുമ്പോൾ ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു പാർട്ടിക്കിൾ ഈസ് നോട്ട് ചേഞ്ചിങ് ഈവൻ ഓൺ ദി അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. സപ്പോസ് ഈ ഒരു പോയിന്റിനെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ ഇവരുടെ പോയിന്റ് ഉള്ളൂ, ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസിന് ഒരു മാറ്റവും. സോ ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു ഓഫ് പാർട്ടിക്കിൾസ്, so if the distance between two particles is not changing even on application of force, then this body will be known as rigid body. അപ്പോൾ നമ്മൾ മെക്കാനിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത് അത് എന്താണ്? റിജിഡ് ബോഡിയാണ്. സോ when a point mass അല്ലെങ്കിൽ when a particle is moving in a circular path, then it is a circular motion. Okay, so when a system of particles or a body which is moving around an axis, it is known as rotational motion. ഒരു സിംഗിൾ പോയിന്റ് മാസ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? ലീനിയർ മോഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു ബോഡി ഇതേമാതിരി സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഒരു കാർ, ഇറ്റ് ഇസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. So all the points are moving in a straight line. അല്ല, ഒരു കാർ പോകുമെന്ന് പറയുമ്പോൾ കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് പാർട്ടിക്കിൾസ് കൂടി ചേർത്തല്ലേ. So all the particles are moving in a straight line. So that type of motion or that motion of car is called translational motion എന്ന് പറയും. So സിംഗിൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈനിൽ സിംഗിൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അത് ലീനിയർ മോഷൻ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ അത് ട്രാൻസ്ലേറ്ററി മോഷൻ. ഇപ്പോൾ ഒരു സിംഗിൾ പോയിന്റ് ഈസ് മൂവിങ് ഇൻ എ സർക്കിൾ. ഇതൊരു നേരത്തെ പറഞ്ഞ മാതിരി ഇതിനെ എനിക്ക് എന്താ പറയാം, ഒരു സർക്കുലർ മോഷൻ എന്ന് പറയാം. ഇനിയിപ്പോൾ ഒരു ഡിസ്ക് അല്ലേ, ഒരു ഡിസ്ക് ഈ ഒരു ആക്സിനെ ബേസ് ചെയ്ത് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് we can say that it is a rotational motion എന്ന് പറയും. rotational motion. ഇറ്റ്സ് എ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയും. കണ്ടോ, ഇറ്റ്സ് എ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. ഓൾ ദി പോയിന്റ്സ് ഈസ് മൂവിങ് അബൌട്ട് ദി സെന്റർ. സോ ഈ രണ്ട് ഫിഗർ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് രണ്ടും ഡിസ്കാണ്. ഇത് ഡിസ്ക്, ഇത് ഡിസ്ക്. സോ ഇതിന് നമുക്ക് എങ്ങനെ പറയാം? Here the disk is rotating about an axis. The axis ആണ്. Here the disk is rotating about an axis. The disk is rotating about an axis. This axis is along the diameter. It is along the diameter. This axis is along the diameter of the disk.
So we can say that here axis is along the diameter. And the video, it axis. This is axis. Similarly, this is also axis. So here what we will tell, here axis is passing through the center. Okay, direction is normal to the plane of rotation. Direction is normal to the plane of rotation. So here axis is passing through the center. What is the axis along the diameter? That is the വ്യത്യാസം. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഇങ്ങനെ ഒരു സംതിങ്, ഒരു ബുക്ക്, ഒരു നോട്ട് ബുക്ക്, ഇത് ആക്സിസ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിന് ഈ പോയിന്റിനെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ ഇതിങ്ങനെ കറങ്ങുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കിത് ഒരു സർക്കുലർ ഷേപ്പിൽ കിട്ടുക. ഇവിടെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഈ ബുക്കിനെ നമ്മൾ കറക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു സർക്കിളാണ് കിട്ടുക. സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് ദിസ് പോയിന്റ് ഈസ് ഹാവിങ് എ സർക്കുലർ മോഷൻ. എന്നാൽ ഈ ആക്സിസിൻ്റെ മേലുള്ള പോയിന്റ് ഒന്നും മൂവ് ചെയ്യില്ല. ഇവിടെയുള്ള ഈ ആക്സിസിന് തൊട്ടിപ്പുറമുള്ള പോയിന്റ്, ഇപ്പുറമുള്ള പോയിന്റ് ഒക്കെ മൂവ് ചെയ്യും. ആക്സിസിന് താഴെയുള്ള എല്ലാ പോയിന്റും മൂവ് ചെയ്യും. പക്ഷേ ആക്സിസിൻ്റെ മേലെയുള്ള പോയിന്റ് ഒരിക്കലും റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഓരോ ബോഡിക്കും മാസുണ്ട്. മാസ് എന്ന് പറയുന്നത് ഇൻഹെറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റീരിയലാണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസിൻ്റെ മേലെയാണ് ആക്ട് ആകുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒരു ലൊക്കേഷനെ പറ്റിയാണ് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു പോയിന്റ് ആവാം. സോ സെൻറ്റർ ഓഫ് മാസ് ഈസ് ദാറ്റ് പോയിന്റ് വേർ വി സപ്പോസ് ദാറ്റ് whole mass of the body is located. Center of mass is that point where we suppose that whole the mass of the body is located. Okay. Center of mass എന്ന് പറയുന്നത് അതൊരു ലൊക്കേഷനെയാണ് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു പോയിന്റ് ആവാം. ഓക്കെ, നമുക്കറിയാം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു പോയിന്റിന് എന്തായാലും ചില ക്യാരക്ടറിസ്റ്റിക്സ് കാണും. ആ പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നത്. ആ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ബോഡീൻ്റെ അകത്താവാം, ചില സ്പെഷ്യൽ കേസിൽ ബോഡീൻ്റെ വെളിയിലും കാണാം. സോ സെൻറ്റർ ഓഫ് മാസ് ഇസ് ദി പോയിന്റ് വേർ വി സപ്പോസ് ദാറ്റ് ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് ലൊക്കേറ്റഡ്. ഓക്കെ, ഇപ്പോൾ ഒരു ബോഡി ഓഫ് മാസ് 100 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓരോ 100 അല്ല, സപ്പോസ് 100 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ ഓരോ പാർട്ടിക്കിളിൻ്റെയും മാസ് ഓരോ കിലോഗ്രാം വീതമായിരിക്കും. സോ വി ക്യാൻ സേ 100 കിലോഗ്രാം എന്ന് പറയും. ഓക്കെ, സോ ടോട്ടൽ മാസ് ഓഫ് ദി ബോഡി 100 കിലോഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ 100 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ ഓരോ പാർട്ടിക്കിളിൻ്റെയും മാസ് ഓരോ കിലോഗ്രാം. ഇപ്പോൾ 100 ഗ്രാം എടുത്തോ, 100 കിലോഗ്രാം ആകട്ടെ. സപ്പോസ് ടോട്ടൽ മാസ് ഓഫ് ദിസ് ബോഡി ഈസ് ഈക്വൽ ടു 100 ഗ്രാം എന്നാണെങ്കിൽ 100 ഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ 100 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ ഓരോ പാർട്ടിക്കിളിൻ്റെയും മാസ് ഈക്വൽ ടു 1 ഗ്രാം ഈച്ച് ആയിരിക്കും. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? mg ആയിരിക്കും. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് mg. താഴോട്ടേക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ സപ്പോസ് ഇങ്ങനൊരു ഇത്രയും 100 ഗ്രാം ആകുള്ള ഒരു ബോഡി ഇതിന് താഴോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഈ ബോഡിനെ ഞാൻ ഇങ്ങനെ നിർത്തിക്കുന്നു എന്ന് വിചാരിക്കും, സപ്പോർട്ട് ചെയ്തിട്ട്. സോ ഐ ഹാവ് ടു അപ്ലൈ സം ഫോഴ്സസ് അഗെയിൻസ്റ്റ് ദിസ് mg അല്ലേ? ഈ mgക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഐ ഹാവ് ടു അപ്ലൈ സം ഫോഴ്സസ് അഗെയിൻസ്റ്റ് ദിസ് mg. ആ mg എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? 100 ഗ്രാം ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ബോഡി താഴോട്ടേക്ക് വരുന്നില്ല. സോ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 100 ഗ്രാം ഈക്വൽ ആയിട്ടുള്ളൊരു ഫോഴ്സ് കൊടുത്തു. ഓക്കെ, ആ 100 ഗ്രാം ഫോഴ്സ് ഞാൻ കൊടുത്തത് ഇവിടെയാണ് ഞങ്ങൾ സംഭവിക്കുക. ഇത് നേരെ ഇങ്ങോട്ടേക്ക് വരും, ഇങ്ങനെ വരും അല്ലേ?
ഒബ്ജക്റ്റ് ഇതേപോലെയാവും, ബാലൻസ് ആയിരിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ഇങ്ങനെ നോക്കിയിട്ടാകുമ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ഒരു ലാസ്റ്റ് നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റ് കിട്ടും. ആ പോയിന്റിൽ 100 ഗ്രാമിന് അപ്ലൈ ചെയ്തപ്പോൾ അത് നിൽക്കും. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിങ്ങനെ ഒരു 100 കൊടുത്താൽ ഇതിങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ പോകുന്നതിന് നമ്മൾ ഏതോ ഒരു പോയിന്റിൽ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുത്താൽ അത് കൃത്യമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിന്റ്. അതായത് ആ ബോഡിയുടെ മുഴുവൻ മാസം ഈ ഒരു പോയിന്റിൽ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റ് വരും, ആ ബോഡിയുടെ മുഴുവൻ മാസം ആ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ ആ ബോഡി ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, so this is the point where the mass of the total body is concentrated. ആ പോയിന്റിനാണ് നമ്മളെന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നത്. ഇനി സപ്പോസ് ഇവിടെ ഇങ്ങനെ ഒരു ബോഡി ഉണ്ട്. ഈ ബോഡിക്ക് ഞാൻ ഇവിടെ എത്തിക്കണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇവിടെ ഫോഴ്സ് കൊടുത്താൽ ഇത് ചിലപ്പോൾ ചെയ്യും, ഇതിങ്ങനെയാവും, ഫെയിലായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കണമെങ്കിൽ നമ്മുടെ ഈ കാണുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സ് എക്സാക്ട് ഇതിന് സെൻറ്റർ ഓഫ് മാസിൽ കൊടുത്താൽ മതി. എന്നാൽ ഇത് കൃത്യമായിട്ട് ഇത് ഇവിടുന്ന് ഇവിടെ എത്തും. സോ അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടി മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടും അല്ലേ. ഇത് ഇവിടെ കുട്ടി പിന്നെ ഇവിടെ ആകുമ്പോൾ അല്ല അപ്ലൈ ഇത് ഇങ്ങോട്ടേക്ക് വീഴുന്നുണ്ടാവും, അതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ടാവും. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സാക്ട് ഇത് നേരെ ഇതിൽ കൂടി ഇങ്ങനെ ഇവിടെ എത്തുന്നുണ്ടാവും. സോ സെൻറ്റർ ഓഫ് മാസിൽ കൃത്യമായിട്ട് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു മോഷൻ നമുക്ക് കിട്ടിയത്. സോ ഇവിടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്കൊരു പോയിന്റ് ഇവിടെ കിട്ടി. വി ഗോട്ട് എ പോയിന്റ്. സോ ദ ടോട്ടൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ടു ദാറ്റ് പോയിന്റ്. എക്സാമ്പിൾ 500 ഫോഴ്സ് അവിടെ കൊടുക്കുന്നു, എക്സാക്ട്ലി സെൻറ്റർ ഓഫ് മാസിൽ കൂടി പാസ് ചെയ്യുന്നുണ്ടാവും. Total force applied onto this point and the body has same type of motion and that point is known as center of mass. So center of mass is center of mass. So center of mass of a system is that point where complete mass of the system is supposed to be concentrated. ഇതിപ്പോൾ 100 ഗ്രാം ആണെങ്കിൽ ഞാൻ പറയും ഈ ഒരു പോയിന്റിൽ കംപ്ലീറ്റ് മാസ് 100 ഗ്രാം ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അസംഷൻ. Center of mass of a system is that point where complete mass of the system is supposed to be concentrated. പിന്നെ പറയുന്നത് if the force applied on different members create a particular effect of motion on the body, then the same effect is created if the total force is applied on the center of mass. അല്ലേ, ഇപ്പോൾ ഇവിടെ ഒരു ബോഡി എനിക്ക് ഇവിടെ എത്തിക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വലിക്കും, ഇവിടെ എല്ലാം എടുത്ത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വലിക്കുന്നു, ഇവിടുന്ന് ഇങ്ങനെ വലിക്കുന്നു, ചില ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ സപ്പോർട്ട് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഇവിടെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് അതിൻ്റെ എക്സാക്ട്ലി സെൻറ്റർ ഓഫ് മാസ് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഒരു ഫോഴ്സ് അവിടെ കൊടുത്താൽ അത് എക്സാക്ട്ലി ഇവിടെ എത്തും. Okay, so center of mass of a system is that point where complete mass of the system is supposed to be concentrated. Okay, പിന്നെ പറയുന്നത് if the force applied on different members create a particular effect of motion on the body, then the same effect is created if the total force is applied on the center of mass. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ഡിഫറെൻറ്റ് ഷേപ്സുള്ള ബോഡി ഉണ്ടാവും. ഇപ്പോൾ റിങ്, ഡിസ്ക്, റോഡ്, ഇതിനൊക്കെ ഡിഫറെൻറ്റ് ഷേപ്സാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം
സെൻറ്റർ ഓഫ് മാസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇഫ് ദ ബോഡി ഈസ് സിമ്മട്രിക്കൽ ദെൻ ദ ജോമെട്രിക് സെൻറ്റർ ഈസ് ദി സെൻറ്റർ ഓഫ് മാസ്. ഇപ്പോൾ റിങ്ങിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാക്ട്ലി സെൻറ്ററിലാണ് വരിക. Geometric center is the center of mass. Suppose I have a irregular shapes body just like this. ഇങ്ങനൊരു irregular shapes body എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇറ്റ് ഈസ് അസിമെട്രിക്കൽ ഷേപ്പാണ്, irregular shapes. സോ ഹൗ ടു കാൽക്കുലേറ്റ് ദി സെൻറ്റർ ഓഫ് മാസ്? ഒന്ന് പ്രാക്ടിക്കൽ മെത്തേഡ് കണ്ടുപിടിക്കാൻ പറ്റും, മറ്റേ കാൽക്കുലേഷൻ മെത്തേഡിൽ കണ്ടുപിടിക്കാൻ പറ്റും. പ്രാക്ടിക്കൽ മെത്തേഡിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ചാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് നമ്മളതിനെ ഇവിടെ തൂക്കിയിടുക. ഓക്കെ, തൂക്കിയിട്ട് കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെ തൂക്കിയിടുന്ന സമയത്തേക്ക് താഴോട്ടേക്ക് ഗ്രാവിറ്റീൻ്റെ ആക്ട് ചെയ്യുന്നുണ്ട്, ജി അല്ലേ? താഴോട്ടേക്ക് ഗ്രാവിറ്റി ഉണ്ടാവും. സോ ഫ്രം ദിസ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴോട്ടേക്ക് ഞാൻ വരക്കുമായിരുന്നു. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരക്കുമ്പോൾ എനിക്ക് ഇവിടെ ഇത് കിട്ടി, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ മാറ്റണം. നെക്സ്റ്റ് ഐ ഹാവ് ടു ഡു, ഇനി ഞാൻ ഇതിൻ്റെ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അത് മാറ്റാൻ പോവുകയാണ്. പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഞാൻ ഇതിനെ ചെയ്തു, ഇങ്ങനെ വെച്ചു. അതിന് ഇതേമാതിരി ഇവിടെ ഇങ്ങനെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ കൊടുത്തു. സോ ഡെഫിനറ്റ്ലി ഇങ്ങനെ കിട്ടുമല്ലോ, ജി ഈസ് ആക്ടിങ് ഡൗൺവേർഡ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് എവിടെയാണെന്ന് വെച്ച് ലൊക്കേറ്റ് ചെയ്യാം, ഇവിടെ അല്ലേ? അത് എത്ര സെൻറ്റിമീറ്റർ എവയിലാണ് ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു ലൈൻ പാരലായിട്ട് വരക്കുക. അപ്പോൾ അതിന് പാരലായിട്ട് സെറ്റ് സ്ക്വയർ മൂവ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ഒരു ലൈൻ വരക്കാൻ പറ്റുമല്ലോ. സോ ദിസ് വിൽ ബി ദ ഇന്റർസെക്ഷൻ പോയിന്റ്. സോ ദാറ്റ് പോയിന്റ് വിൽ ബി യുവർ സെൻറ്റർ ഓഫ് മാസ്. അങ്ങനെയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേഷൻ മെത്തേഡിൽ വേറെയുണ്ട്, അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം. പ്രാക്ടിക്കൽ മെത്തേഡിൽ എങ്ങനെയാണ്, ഇത്തരത്തിലാണ് സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ കാൽക്കുലേഷൻ മെത്തേഡിൽ സെൻറ്റർ ഓഫ് മാസിനെ ലൊക്കേറ്റ് ചെയ്യേണ്ടതിലാണ് ഈ മൊമെൻറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കാൽക്കുലേഷൻ മെത്തേഡിൽ ഹൗ ടു കാൽക്കുലേറ്റ് സെൻറ്റർ ഓഫ് മാസ്, ഫോർ ദാറ്റ് വി ഹാവ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, വി വിൽ കോൾ ഇറ്റ് ആസ് മൊമെൻറ്റ്. മൊമെൻറ്റിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ മൊമെൻ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി ആം എന്ന് പറയും. ഒരു ട്രാസ് ബാലൻസ് അത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഇത് M1 ഉം M2 ഉണ്ടെങ്കിൽ ഇത് R1 ഇത് R2. ഓക്കെ, കൺസിഡർ ദിസ് ബാലൻസിങ്. അപ്പോൾ ഇവിടെ സപ്പോസ് എഫ്, ഇത് നമ്മൾ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നു, ഇത് നമ്മൾ എഫ് എന്ന് എടുക്കുന്നു. എഫ് ഇസ് ദി പോയിന്റ് ഓഫ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. ഈ എഫിൽ നിന്ന് M1ലേക്കുള്ള ഡിസ്റ്റൻസ് R1 ആണ്. സോ M1 R1 എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. M1 R1 എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റിയെ നമുക്ക് എന്ത് വിളിക്കാം? മൊമെൻറ്റ് ഓഫ് മാസ് M1 എന്ന് വിളിക്കും. M1 R1 is equal to moment of mass M1. M2 R2 is equal to moment of mass M2 എന്ന് പറയും. M1 into R2 അങ്ങനെ ഒരിക്കലും പറയില്ല. സോ മൊമെൻ്റ് എന്ന് വെച്ചാൽ മാസ് മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് ഓഫ് ദി ആം. ഈ ലെങ്ത് ഓഫ് ദി ആമിൻ്റെ മാസ്, അതാണ് എന്തെന്ന് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ആ സൈക്കിളിൻ്റെ ഹാൻഡിൽ നോക്കിയാൽ മതി, അവിടെ ഒരു സെൻറ്റർ കാണാൻ പറ്റും അല്ലേ? നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഈ പഴയ സൈക്കിളിലൊക്കെ കാണാൻ പറ്റും, ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ ആമും അല്ലേ? അപ്പോൾ ഇത് R1 ഉം ഇത് M1 ഉം നമുക്ക് എഴുതാൻ പറ്റും. സോറി, M1 അല്ലേ, ഇവിടെ സൈക്കിളിൻ്റെ ഫോഴ്സ് അല്ലേ, F1 into R1. സൈക്കിളിൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്തിരിക്കുമല്ലോ. സോ ഇവിടെ ആ F into R എന്ന് പറയും. അതിന് നമ്മൾ പറയും മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയും. F into R is equal to moment of force. Moment of force. F1 into R1 moment of force. ഇവിടെ M1 into R1 moment of mass. അതിന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. നമ്മൾ സൈക്കിളിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തിരിക്കുന്നുണ്ടല്ലോ, വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ്. ഇവിടെ ഈ പോയിന്റ് എന്ന് പറയുന്ന മാതിരിയാണ് ഈ കാണുന്ന പോയിന്റ് അവിടെ. ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയും. ദിസ് പോയിന്റ് ഇസ് ദി സെൻറ്റർ ഓഫ് റൊട്ടേഷൻ.
സോ ഇവിടെ F into R എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സും ഈ കേസിൽ M1 into R1 എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് മാസുമാണ്. സോ ഫോഴ്സിന് പകരം മാസ് ആണെങ്കിൽ അതിനെ മൊമെന്റ് ഓഫ് മാസ് എന്ന് പറയും. സോ മൊമെന്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് മൾട്ടിപ്ലൈഡ് ബൈ R ലെങ്ത്. അപ്പോൾ ഇവിടെ F1 R1 മീൻസ് മൊമെന്റ് ഓഫ് ഫോഴ്സ് F1 R1 എന്ന് പറഞ്ഞാൽ F1 R1 is equal to മൊമെന്റ് ഓഫ് ഫോഴ്സ് F1 എന്ന് പറയും. ഇനി ചില സമയം ഇതേമാതിരി തന്നെ ഇവിടെ ഇപ്പോൾ ഈ മാസിന് പകരം P1 എന്ന് കാണാൻ പറ്റും, ഇവിടെ P2 എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇതിനെ മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറയും. മൊമെന്റ് ഓഫ് മൊമെന്റം, P മീൻസ് മൊമെന്റം, മാസിന്റെ വെലോസിറ്റി. സോ മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് പറയും. P1 R1 എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് മൊമെന്റം. അതായത് മൊമെന്റത്തിന്റെ മൊമെന്റ് ആയിരിക്കും. ഓക്കെ. സോ ഏതൊരു സാധനത്തിന്റെയും മൊമെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ റൊട്ടേറ്റിംഗ് ആമിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ആ റൊട്ടേറ്റിംഗ് ആമിൻ്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൊമെന്റ് ഓഫ് മാസ് ആണെങ്കിൽ മാസ് ഇൻറ്റു റൊട്ടേറ്റിംഗ് ആമിൻ്റെ ലെങ്ത്. മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണെങ്കിൽ അങ്ങനെ, മൊമെന്റ് ഓഫ് മൊമെന്റം ആണെങ്കിൽ അങ്ങനെ. സോ ഏതായാലും ശരി, മൊമെന്റ് ഓഫ് എന്ന് കാണുമ്പോൾ നമ്മൾ ആറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ മൊമെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, അതിന് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ മൊമെൻറ്റിൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് മെക്കാനിക്സ് പഠിക്കും.